ചേട്ടാ, ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുതിയ DGPക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ? നല്ല ചോദ്യമാണ് ദേവിക ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചതിന് പിന്നിൽ ഇന്ന് DGP നടത്തിയിട്ടുള്ള പ്രസ്താവനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പുതിയ സംസ്ഥാനത്തിന്റെ DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊടിസുനി എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ക്രിമിനലുകളിൽ ഒരാൾ, അതുപോലെ തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെല്ലാം തന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ കേസുകളിൽ, കൊലപാതക കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകളാണ്. ഈ ടി.പി. വധക്കേസിൽ കുറ്റവാളിയാണ് എന്ന് കണ്ട് ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ് കൊടിസുനി. കൊടിസുനി മാത്രമല്ല, ഈ ടി.പി. വധക്കേസിലെ മറ്റു ഷാഫി, കിർമാണി മനോജ്, ടി.കെ. രജീഷ്, അണ്ണൻ സുജിത്ത് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. അതിൽ ടി.കെ. രജീഷ്, എനിക്ക് തോന്നുന്നു ടി.കെ. രജീഷ് ആണ് 3-ാം പ്രതിയായിട്ട് അതിൽ വരുന്നത്. അപ്പം ഈ കൊടിസുനിയും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ CPM-ന് എത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്കൊക്കെ കിട്ടുന്ന സൗകര്യങ്ങൾ കാണുന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കാരണവർ വധക്കേസ് എന്ന് പറയുന്ന വധക്കേസുണ്ട്. ആ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഷെറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് സംസ്ഥാന മന്ത്രിസഭയിലെ ചില പ്രധാനപ്പെട്ട മന്ത്രിമാരുമായിട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ട് എന്ന് പറയുകയും അതിന്റെ പുറത്ത് അവരെ ഇപ്പോൾ അവരെ നല്ല നടപ്പിന്, അവരുടെ ഈ ജീവപര്യന്തമാണ് അവരെ ശിക്ഷിച്ചത്. അവരെ സ്വന്തം അമ്മായി അച്ഛനെ കൊലപ്പെടുത്തിയ സ്ത്രീയാണ് അവർ. അപ്പോൾ അങ്ങനെ കൊലപ്പെടുത്തിയിട്ടുള്ള സ്ത്രീക്ക് നല്ല നടപ്പിന്റെ പുറത്ത് ഈ സ്ത്രീയുടെ ശിക്ഷ ഇളവ് ചെയ്ത് അവരിപ്പോൾ പുറത്തിറക്കി. ആ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഏകദേശം 500 ദിവസത്തിൽ കൂടുതലാണ് പരോൾ അനുവദിച്ചത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിക്ക് 500 ദിവസം പരോൾ കിട്ടുന്നത്. അവരും ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുമാണ് ഇത്രയധികം പരോൾ കിട്ടിയത്. ഇപ്പൊ കൊടിസുനിക്ക് കിട്ടിയതിൽ 500 അധികം കഴിഞ്ഞു. കേരളത്തിലെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു ഇവർക്ക് പരോൾ അനുവദിക്കരുത്, പരോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവർക്ക് പരോൾ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഇപ്പം ഗോവിന്ദസ്വാമി ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്? CPM-ന്റെ തടവുകാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. അവിടെ ഫോൺ കിട്ടുന്നു, അവർക്ക് വലിക്കാൻ സിഗരറ്റ് കിട്ടുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുന്നു, അവർക്ക് അവിടെ രാജാവിനെ പോലെ വാഴാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവരവിടെ ജോലി ചെയ്യേണ്ട കാര്യമില്ല, അവർക്കെല്ലാം അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് അവരെ സർക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ നിരവധി തവണ ഇവരുടെ കയ്യിൽ നിന്ന് മൊബൈലുകൾ പിടിക്കുകയും ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ, എനിക്ക് തോന്നുന്നു ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ആ ജയിലിനകത്തിരുന്നു കൊണ്ട് കോൾ ചെയ്തു. അതായത് പുറത്ത് കൊട്ടേഷൻ എടുത്തു. കൊട്ടേഷൻ നടപ്പിലാക്കാൻ വേണ്ടി അത് ജയിലിനുള്ളിൽ നിന്ന് ഇവർ ഈ കൊട്ടേഷൻ നിയന്ത്രിച്ചു. ഇതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോയ കാര്യങ്ങളാണ്. എന്നിട്ടും ഈ സർക്കാരിന് യാതൊരു നാണവും യാതൊരു ഉറപ്പും ഇല്ലാത്ത രീതിയിലാണ് ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്ത ജനത്തിന് ഒരു പുല്ലുവിലയും കൽപ്പിക്കാത്ത സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന രീതിയിലാണ്. ഇപ്പൊ അടുത്ത് ഇവിടെ ന്യൂ മാഹി കൊലക്കേസ് ഉണ്ട്. മാഹി കൊലക്കേസിൽ മുഖ്യ പ്രതിയാണ് ആര്? ഈ പറയുന്ന കൊടിസുനി. ഇയാളെ ഈ കോടതിയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴി കണ്ണൂരിൽ തലശ്ശേരിയിൽ വെച്ചിട്ട് ഇവരെ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പുറത്തു നിന്നൊരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു. അവർ മദ്യവുമായിട്ടാണ് വരുന്നത്. ഈ മദ്യം ഈ കൊടിസുനിയും ഇവരും കൂടെ ചേർത്ത് കഴിക്കുന്നു. പോലീസുകാർ കാവൽ നിൽക്കുന്നു. ആലോചിക്കണം, ഇത് ഏത് ലോകമാണ്? വെള്ളരിക്ക പട്ടണമാണോ? ഇതാണോ കേരളത്തിലെ ഈ കൃത്യനിർവഹണം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ്. മറ്റുള്ള ആളുകൾക്ക് ഒരു സഹായം കൊടുക്കില്ല എന്നുകൂടി ആലോചിക്കണേ. അപ്പോൾ അങ്ങനെ വെള്ളമടിച്ചത് വലിയ വാർത്തയായി. ആ വാർത്തയ്ക്ക് ശേഷം കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തു. ഇയാള് പരോൾ ഇറങ്ങിയിട്ട് മുങ്ങാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ന്യൂസുകളുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ പരോൾ റദ്ദ് ചെയ്തു. പക്ഷേ ഈ പരോൾ റദ്ദ് ചെയ്യുന്ന സമയത്തും ഇയാൾ വെള്ളമടിച്ചതുമായി ബന്ധപ്പെട്ട് കൊടിസുനിക്കെതിരെ കേസെടുക്കുന്നില്ല. ഇത് ഈ 3 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ആരാണ് ഇത് എത്തിച്ചു നൽകിയത്? അവരും കൊടിസുനി തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഈ കൊടിസുനിയുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പരോൾ, അതായത് കൊടിസുനിക്ക് പരോൾ കിട്ടുന്ന കാര്യം സംശയത്തിലാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ഇനി ഒരു കേസ് കൂടി എടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പുതിയ DGP റവാഡ ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ ചോദിച്ചു, കൊടിസുനിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, കൊടിസുനിയുടെ പേരിൽ നടപടി ഉണ്ടാകും, കൊടിസുനിയുടെ പേരിൽ കേസെടുക്കും. കാരണം കേസെടുക്കാനുള്ള തെറ്റാണ് കൊടിസുനി ചെയ്തത്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ രീതിയിലായാൽ പോലും ആ തരത്തിൽ അത് നോക്കാതെ, മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്
പുതിയ DGP കുറച്ചും കൂടി കർക്കശമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം വന്നിറങ്ങിയ സമയത്ത് പറഞ്ഞത് ഈ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിൽ ശക്തമാക്കും, അതിന് എല്ലാവിധ കാര്യങ്ങളും നടത്തും. അതിനുശേഷം തന്നെ കൊച്ചിയിലൊക്കെ തന്നെ വ്യാപകമായ റെയ്ഡുകൾ നടന്നു. ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വ്യാപകമായ തരത്തിലുള്ള റെയ്ഡുകളാണ് ഇവിടെ നടന്നത്. അതൊക്കെ ഈ റവാഡ ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിൽ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. അവിടെ ഈ ഗോവിന്ദചാമി ചാടിയതിനു ശേഷം ഉണ്ടായ സുരക്ഷാ വീഴ്ചകൾ, കാര്യങ്ങൾ ഇതെല്ലാം കാണാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ നിന്ന് കുറെ മാറ്റം വന്ന സമയത്ത്, അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അകത്ത് ഇത്തരത്തിലുള്ള പല അനധികൃതമായ ഇടപാടുകളും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് അദ്ദേഹം കൃത്യമായ രീതിയിൽ അവർക്ക് വാണിംഗ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ കൊടിസുനിയുടെ പേരിൽ കേസ് എടുക്കുകയാണെങ്കിൽ ഇനി പരോൾ കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റവാഡ ചന്ദ്രശേഖരനെ വിളിച്ച് വിരട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഈ കേസിൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകും എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മുഖ്യമന്ത്രി വിരട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ, ഈ റവാഡ ചന്ദ്രശേഖരൻ ഈ പറഞ്ഞ കാര്യം പിൻവലിക്കുമോ, നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതിന് വരും ദിവസങ്ങളിൽ അറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിനകത്ത് വളരെ പുരോഗമനം എന്ന് പറയുന്ന നാട്ടിൽ, ക്രമസമാധാനം ഉറപ്പാക്കുമെന്ന് പറയുന്ന നാട്ടിലാണ് ഈ തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ഇത്തരം ക്രിമിനലുകൾക്ക് ഈ ജനങ്ങൾക്ക്, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഒരു പരിഗണന പോലും കൊടുക്കാതെ ക്രിമിനലുകളെ ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇവരുടെ കല്യാണത്തിന് ഇവർ പോകുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, മാക്സിമം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവുന്നു. ഈ തരത്തിൽ എല്ലാ തരത്തിലും ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സർക്കാർ ഈ പറയുന്ന ക്രിമിനലുകളെ സഹായിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഈ ജനങ്ങൾക്കിടയിലേക്ക്, അതായത് ഒരു മനുഷ്യനെ 56 വെട്ടി കഷ്ണമാക്കി, എന്തിന്, ഒരു മുൻ CPM പ്രവർത്തകനെ, അയാളൊന്ന് കമ്മ്യൂണിസം പോലും ഇട്ടിട്ടില്ല, അയാൾ വേറൊരു പാർട്ടി ഉണ്ടാക്കി CPM-നോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കി കളയെന്ന് ആലോചിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുകയും ഈ പറയുന്ന ഈ CPM-ന്റെ നേതാക്കന്മാരെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ കൊലയാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അങ്ങേയറ്റത്തെ നമുക്കൊക്കെ പ്രതിഷേധം എന്ന് പറയുന്നത്, വോട്ട് ചെയ്തത് നമ്മളൊക്കെ ശരിയാണോ എന്ന രീതിയിൽ നമുക്ക് പ്രതിഷേധം തോന്നുന്ന രീതിയിലേക്ക് അങ്ങേയറ്റത്തെ മോശം പ്രവൃത്തി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കേസിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഈ ഭരണം മാറുന്നവരെ നടപടി ഉണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ റവാഡ ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ.